നോട്ട് എ വിജയ് ഫാൻ. പക്ഷെ ജനനായകൻ ഇന്നലെ പോയി കണ്ടു. ഒരുമാതിരിപ്പെട്ട വിജയ് പടങ്ങളെല്ലാം പിള്ളേർ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എനിക്ക് താല്പര്യം ഉണ്ടാവാറില്ല. പക്ഷെ പോയി കണ്ടു. ഇന്നലത്തെ ജനനായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി റിലീസ് ഇലക്ഷന് മുൻപ് നടത്താനിരുന്നതായിരുന്നു. അന്നിറങ്ങിയിരുന്നെങ്കിൽ ഭയങ്കര തീയാവുമായിരുന്നു. ഇപ്പോഴും തീപ്പൊരിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പറഞ്ഞ സബ്ജക്റ്റുകളും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ നല്ല വൃത്തിയായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് കം ടു ദ പോയിന്റ്. ഇത് ഇന്നത്തെ സോഷ്യൽ സിനാരിയോയുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ 2 ടൈപ്പ് ഓഫ് ആൾക്കാരേ ഉള്ളൂ, BJP-ക്കാരും അല്ലാത്തവരെന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറഞ്ഞാൽ ഈ 2 കാറ്റഗറീസിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വളരെ വൃത്തിയായിട്ട് കണ്ടിരുന്നു. അതേ മാറ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റും വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതെങ്കിലും റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മളെ എങ്ങനെയൊക്കെ മുതലെടുത്ത് ഭരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഔട്ടർ ലൈൻ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ജനനായകൻ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു റൂട്ടിലൊന്നും ഇതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ അതിന്റെ രീതിയിൽ വന്നിട്ട് ഇന്ത്യ എന്നൊരു രാജ്യം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തും. ഓരോ ഇലക്ഷനും വരുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് റിലീജിയനും അതേപോലെ ഈ ഒരു പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളത്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ആ ഒപ്പീനിയൻസിനും അഭിപ്രായങ്ങൾക്കും ഒക്കെ നമ്മൾ വില കൊടുത്തുകൊണ്ട് വേണം വോട്ട് ചെയ്യാനെന്നും ആ വോട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടായിട്ട് കൂടി ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇത്രത്തോളം വിചാരണ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് തീരെ സേഫ് ആയിട്ടുള്ള പ്ലേസിലല്ല. താങ്ക് യു.